ഈ ഒരു സംഭവത്തിന് നേരവും കാലമൊന്നും വേണ്ട. എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. കഴിച്ചാണ്ടല്ലോ കഴിച്ചുകൊണ്ടേയിരിക്കും. അത്രയും ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ടേസ്റ്റിലേ നമുക്കൊരു കൊത്തി ചപ്പാത്തി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അതേപോലെ തന്നെ ഒറ്റ പച്ചമുളക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കൊത്തു കൊത്തായിട്ട് അരിഞ്ഞിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോളയും കൂടി അതിലേക്ക് ചേർത്തതിന് ശേഷം ഒന്നും ഇങ്ങോട്ട് വഴന്ന് വരുമ്പോൾ ഒരു തക്കാളിൻ്റെ പകുതി, ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാൽഭാഗം അതും കൂടി അതിലേക്ക് ഒന്നും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാവരും ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. നല്ലോണം വെന്ത് അലിയൊന്നും വേണ്ട. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടികളായ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് ആ മസാലയ്ക്ക് ഒരു ഭാഗത്തേക്ക് ചെറുതായിട്ട് നീക്കി കൊടുത്തതിന് ശേഷം ഒറ്റ കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. ആ കോഴിമുട്ടൻ്റെ മുകളിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ല പോലെ മസാലയും കോഴിമുട്ടയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിൽ വെറൈറ്റി ആയിട്ടുള്ള നമ്മളെ ഐറ്റം അല്ലേ, നമ്മളെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ചപ്പാത്തി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ചപ്പാത്തി ചേർത്ത് കൊടുക്കുമ്പോൾ എങ്ങനെ ചേർത്ത് കൊടുക്കും? ഇതുപോലെ ചപ്പാത്തി നല്ല ചെറുതായിട്ട് റൗണ്ടിൽ ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്ക് എത്രത്തോളം നൈസായിട്ട് മുറിക്കാൻ പറ്റും അത്രത്തോളം നൈസായിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ചപ്പാത്തി ആ മസാലയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 സ്പൂൺ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക, സാധാരണ പച്ചവെള്ളം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ വെള്ളം ചേർക്കുന്നത് എന്തിനാണ്? ആ ചപ്പാത്തി ഒന്ന് കുഴഞ്ഞ് കിട്ടാനും വേണ്ടിയും എല്ലായിടത്തും ഒന്ന് മസാല ആവാനും വേണ്ടിയിട്ടും. ഇപ്പോൾ നമ്മൾ ഐറ്റം റെഡിയാക്കണം. ഒന്ന് ഉണ്ടാക്കി നോക്കി. എന്നിട്ട് കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.